പക്ഷേ നമ്മൾ ഇനി പോകുന്നത് ചാലക്കുടിയിലെ ബാങ്ക് കൊള്ളയെ സംബന്ധിച്ച അതിന്റെ കൂടുതൽ വിവരങ്ങളിലേക്കാണ്. അപ്പൊ നേരത്തെ നമ്മൾ അതിന്റെ ലൈവ് എടുത്തിരുന്നു. വീണ്ടും നമ്മൾ പോവുകയാണ്. ഈ ചാലക്കുടിയിലെ ബാങ്ക് കൊള്ളയിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരികയാണ്. ഈ രണ്ടാമത്തെ ശ്രമത്തിലായിരുന്നു കവർച്ചയെന്നാണ് പ്രതിയുടെ മൊഴി. അപ്പോൾ റിജോ ആന്റണിയുടെ വീട്ടിൽ നിന്ന് ജെയ്സൺ ചാമോളപ്പിൽ ചേരുന്നുണ്ട്. ജെയ്സൺ, ഈ ആദ്യം ശ്രമം അത് എന്തുകൊണ്ടാണ് പിന്നെ ഇദ്ദേഹം ആ ശ്രമത്തിൽ തന്നെ ഇത് കവർച്ച നടത്താതിരുന്നത് എന്നതിൽ പോലീസിന് വ്യക്തതയുണ്ടോ? എന്തായാലും അതിവിദഗ്ധമായാണ് ഇദ്ദേഹം ഈ കവർച്ച നടത്തിയിട്ടുള്ളതല്ലോ. അപ്പൊ എന്തൊക്കെ നിഗമനങ്ങളിൽ പോലീസ് എത്തിയിട്ടുണ്ട്? ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ റിജോന്റെ വീടിന് മുമ്പിലാണ്. അതിഗംഭീരമായ ഒരു വീടാണ്. കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്ക് മുമ്പാണ് വീട് വാങ്ങിച്ചത്, പണിതത്. അതിൻ്റെ ഏറ്റവും ഭംഗിയായി പണിത് നല്ല രീതിയിൽ റിജോയും 2 മക്കളും ഇവിടെ താമസിക്കുന്നുണ്ട്. ഭാര്യ വിദേശത്താണ്. അവർ ഈ വീടിനകത്തേക്കാണ് ഇന്നലെ പോലീസ് എത്തിച്ചേരുന്നത്. ഇപ്പം നമ്മോടൊപ്പം ഇവിടുത്തെ വാർഡ് മെമ്പർ, മുനിസിപ്പൽ കൗൺസിൽ വാർഡ് മെമ്പർ, മേഡത്തിൻ്റെ പേരെന്താ? ജിജി ജോൺസൺ. ഇതേതാ വാർഡ്? 1-ാം വാർഡ് താണിപ്പാറ. ഇപ്പോൾ ഈ പറയുന്ന കക്ഷിയായിട്ട് പരിചയമുണ്ടോ? അങ്ങനെ കാണാറുണ്ടോ? ഞങ്ങളുടെ വാർഡ്, ഞങ്ങളുടെ കുടുംബസമ്മേളന യൂണിറ്റ് ഒക്കെയാണ്. എൻ്റെ വാർഡിലെ ഒരു അംഗമാണത്. ഇന്നലെ ഇവിടെ പോലീസ് എത്തുന്നത് എപ്പോഴാണ്? ഇവിടെ ഉച്ചയ്ക്ക് കാലത്ത് തുടങ്ങി അവർ അന്വേഷിച്ച് നടക്കുന്നുണ്ട്. ഈ ലൊക്കേഷനായിട്ട് ഈ ഭാഗത്ത് എല്ലായിടത്തും നടക്കുന്നുണ്ടായിരുന്നു. ഇവിടേക്ക് വന്നത് ഒരു 5 മണി 5:30 ആയ സമയത്താണ്. ഞങ്ങളിവിടെ 2 മണിക്ക് ഈ യൂണിറ്റിലെ, ഞങ്ങളുടെ യൂണിറ്റാണ്, കുടുംബസമ്മേളനമായിരുന്നു. ഈ വീട്ടിലായിരുന്നു കുടുംബസമ്മേളനം. കുടുംബസമ്മേളനം കഴിഞ്ഞ് ഞങ്ങൾ 4:30 ആയി പിന്നെയാണ് ഇവിടെ നിന്ന് പോയത്. ഇത് കഴിഞ്ഞ് പോലീസ് ഇവിടെ നന്നായിട്ട് അന്വേഷിക്കുന്നുണ്ടായിരുന്നു. കുടുംബസമ്മേളനം നടക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഇയാൾ കുറ്റകൃത്യം ചെയ്ത് നിൽക്കുന്നതാണ്. അതിന് വല്ല ആശങ്ക ആളുടെ മുഖത്തുണ്ടായിരുന്നു? ആശങ്ക എന്ന് പറഞ്ഞാൽ ആള് സീറ്റിൽ ഇരിക്കുന്നുണ്ടായിരുന്നില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഓടി നടക്കുന്നുണ്ടായിരുന്നു. അതായത് സീറ്റിൽ ഇരിക്കാതെ ഒരു ചെറിയൊരു ഇതുപോലെ തോന്നി. പക്ഷേ ഇവിടെ വെച്ച് ഞങ്ങൾ ഇതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്തപ്പോൾ ആ കള്ളനെ ഒന്നും പിടിക്കാൻ പറ്റില്ല, കള്ളൻ വല്ല എവിടത്തും പോയിട്ടുണ്ടാവും എന്നാണ് പറഞ്ഞത്. അതായത് ഈ കള്ളൻ തന്നെ പറയാണ് ഈ കള്ളനെ പിടിക്കാൻ കഴിയില്ല, കള്ളൻ വേറെ എവിടെയെങ്കിലും പോയിട്ടുണ്ടാവുന്നില്ല. അതായത് വേറെ എവിടെയെങ്കിലും ഒളിച്ച് ഇരിക്കുന്നുണ്ടാവുന്നു താമസിക്കും. ഇവിടെ എല്ലാവരും കുടുംബ യൂണിറ്റ് ആകുമ്പോൾ എല്ലാവരും കൂടി സംസാരിച്ചിരിക്കുമല്ലോ, എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യുമല്ലോ. ഇയാളുടെ ഇവിടുത്തെ രീതികൾ എന്തായിരുന്നു? ഈ ഇപ്പം നിങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ, ഇപ്പം ഈ ഇന്നലത്തെ അല്ലേ പറഞ്ഞത്, അതിന് മുൻപ് അയാൾ പൊതു ആളുകളോട് പെരുമാറ്റവും കാര്യങ്ങളൊക്കെ? എല്ലാവരുമായിട്ട് നല്ല കമ്പനിയാണ്. ഏകദേശം ഒരു 2.5 വർഷമായിട്ടുള്ളൂ ഇവിടെ വന്ന് താമസിച്ചു തുടങ്ങിയിട്ട്. ഇത് വാങ്ങിച്ചൊരു വീടാണ് അവർ ഈ ഭാഗത്തുള്ള. ഒരു ഭാര്യ വിദേശത്താണ്, നേഴ്സാണ്. ഇയാൾ വിദേശത്തായിരുന്നു, മേലൂരായിരുന്നു തറവാട്. ഒരു മോനും ഒരു മോളാണ് ഉള്ളത്. പിള്ളേർ നന്നായിട്ട് പഠിക്കുന്ന പിള്ളേർ. എല്ലാവരുമായിട്ട് നല്ല കമ്പനിയായിരുന്നു. എല്ലാ ഭാഗത്തുള്ളവർക്കും ഇങ്ങനെ കാണാൻ ആളെ. എല്ലാ ദിവസവും ഞാനിപ്പോൾ ജിമ്മിനൊക്കെ പോണ സമയത്ത് ഇവിടെ നിൽക്കണ കാണാറുണ്ട്. ഈ കവർച്ച നടത്തിയിട്ട് നിങ്ങളുടെ വീടിന്റെ മുന്നിൽ കൂടെയൊക്കെ വന്നു, നിങ്ങൾ സമീപത്തുള്ള CCTV കണ്ടിരുന്നു അല്ലേ? എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ കൂടെയാണ് പോയത്. ഒരു 3:20 ആയ സമയത്ത് പോലീസ് എല്ലാ CCTV ക്യാമറകളും നിരീക്ഷിച്ചിരുന്നു. അവർ നന്നായിട്ട് അന്വേഷണം നടത്തിയിരുന്നു. ഈ കവർച്ച നടത്തിയപ്പോൾ അതായത് അതിനുശേഷം ഉച്ചയ്ക്ക് ശേഷം പിന്നെയുള്ള ദിവസങ്ങൾ കാണുമ്പോഴും ഇയാൾക്ക് ഒരു ഭാവഭേദം ഉണ്ടായിരുന്നു? ഒരു ഭാവഭേദം ഉണ്ടായില്ല. ഞാൻ കാലത്ത് കൊണ്ട് ഇന്നലെ തന്നെ 2-3 പ്രാവശ്യം ഞാൻ ഇതിലാണ് പുറത്തേക്ക് പോണ ഒരു വഴി, ഞങ്ങളുടെ തൊട്ടടുത്തല്ല ഇത്. ഇത്തരം ഒരു വാർത്ത കേട്ടപ്പോൾ നിങ്ങൾ ഒരുപാട് ഈ പഞ്ചായത്ത് മെമ്പറാണ്, ഇവിടെ എല്ലാവരുമായിട്ട് ഇടപഴകുന്ന ഒരാളാണ്, എല്ലാവരുമായിട്ട് സൗഹൃദമുള്ള ഒരാളാണ്, നിങ്ങൾക്ക് എന്ത് തോന്നി? ഇത് ഒരു ഞെട്ടൽ പോലെയാണ് തോന്നിയത്. ഈ പ്രദേശത്ത് ഇങ്ങനെ ഒരു നമ്മളൊക്കെ പരിചയമായിട്ടൊരു വ്യക്തി ഇങ്ങനെ ഇത് ചെയ്യുന്ന ആരും പ്രതീക്ഷിക്കുന്നില്ല. അത്യാവശ്യം ജീവിക്കാൻ മുതലും ഇതൊക്കെ ഉള്ള ഒരു വ്യക്തിയാണ്. നല്ല അത്യാവശ്യം സാമ്പത്തിക സാഹചര്യമുള്ള വ്യക്തിയാണ്. അയാൾ ഇങ്ങനെ ചെയ്യുന്നു ഒരിക്കലും പ്രതീക്ഷിക്കുന്നുള്ളത് അറിയില്ല. ഓക്കെ, താങ്ക് യു. അപ്പോൾ റോഷിനി, ഇതാണ് ഇതിൻ്റെ ഒരു പ്രാഥമികമായ ഒരു കഥ. ഇയാൾ വളരെ ഭംഗിയായി ജീവിക്കുകയായിരുന്നു. ആളുകളൊക്കെ എല്ലാവരുമായിട്ടും നല്ല സൗഹൃദമുള്ള ഒരാളായിരുന്നു. എല്ലാവരുമായിട്ടും നല്ലതായിട്ട് ഇടപെടുകയും പൊതുപ്രശ്നങ്ങളിൽ ഇടപെടുകയും ചെയ്യുന്ന ഒരാളായിരുന്നു. പക്ഷേ ഇത്തരമൊരു കുറ്റകൃത്യം ചെയ്തു എന്നത് വളരെ ഭംഗിയായി മറച്ചു വെക്കാൻ അയാൾക്ക് കഴിഞ്ഞിരുന്നു. അതുകൊണ്ടാണ് 2 ദിവസമെങ്കിലും അയാൾക്ക് പിടിച്ചു നിൽക്കാനായത്. വീട്ടിൽ കുടുംബസമ്മേളനം നടത്താനുള്ള ആത്മവിശ്വാസം അയാൾക്ക് നൽകിയത് താൻ ഒരിക്കലും പിടിക്കപ്പെടില്ല എന്ന ഉറച്ച ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. പക്ഷേ അവസാനം പോലീസ് വന്ന് ഈ വഴിയിലൂടെ കയറുമ്പോൾ അയാൾ നിശബ്ദനായി കൈവിലങ്ങൾക്ക് കൈനീട്ടി കൊടുക്കുക മാത്രമാണ് ചെയ്യാൻ കഴിഞ്ഞത് അയാൾക്ക്. എന്തായാലും ആ പ്രതിയുടെ വീട്ടുമുറ്റത്ത് നിന്ന് ജെയ്സൺ ചാമോളപ്പിലാണ് ചേർന്നത്. ഈ പ്രതി രക്ഷപ്പെട്ടിട്ടുണ്ടാവുമെന്ന് പ്രതി തന്നെ പറഞ്ഞു. കോൺഫിഡൻസ് നോക്കണേ. അപ്പൊ ഇതിന്റെ തന്നെ കൂടുതൽ വാർത്തകളും അപ്ഡേറ്റുകളും ഒക്കെ വരും മണിക്കൂറുകളിലൊക്കെ വരും. അപ്പൊ നമുക്ക്